ഹലോ വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് യൂട്യൂബിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡാൽഗോണ കോഫിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഈ ഡാൽഗോണ എന്ന് പറയുന്നത് ശരിക്കൊരു കൊറിയൻ സ്വീറ്റാണ്. അപ്പോൾ ആ ഒരു പേരാണ് ഈ ഒരു കോഫിക്ക് ഇട്ടിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്ക് വിപ്പിഡ് കോഫിന്നോ ബീറ്റൺ കോഫി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ പേരാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ ഈ ഡാൽഗോണ കോഫി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. തംബ്നെയിൽ കാണിച്ച പോലെ തന്നെ പാല് വെച്ചിട്ടല്ല നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്, പകരം പാൽപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കപ്പിൽ തന്നെ നമുക്ക് 1.5 കപ്പ് സാദാ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പാൽപ്പൊടിൻ്റെ കട്ടകളൊക്കെ മാറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് നല്ല കട്ടിയായിട്ടാണ് പാല് വേണ്ടതെങ്കിൽ 1 കപ്പ് വരെ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ ഞാൻ ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ മധുരം കൂടിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കോഫി ഒരു ബൗളിലേക്ക് എടുക്കാം. ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ 2 ടേബിൾ സ്പൂണാണ് കോഫി എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏത് കോഫി നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. സാദാ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നുമല്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ ഇതുപോലുള്ളൊരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ ഫോർക്കോ ആയാലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ക്രീമി ആയിട്ട് നമുക്കിത് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയും യൂസ് ചെയ്യാം. മിക്സിയുടെ ചെറിയ ജാറിൽ നിങ്ങളിത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഞാനിത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്, പെട്ടെന്ന് ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പരുവാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഇത് ക്യാpuccinoൻ്റെ റെസിപ്പി അല്ലേന്ന്. ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുന്ന രീതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഡാൽഗോണ കോഫി നമുക്ക് 2 രീതിയിൽ കുടിക്കാം. ഒന്ന് ഹോട്ടായിട്ടും ഒന്ന് കോൾഡായിട്ടും. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ചൂടായിട്ടാണ് ഈ ഡ്രിങ്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കോഫിയുടെ നല്ലതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ വലിയൊരു ഗ്ലാസ്സിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ കോഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ കുടിക്കാം. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മതി. എന്നിട്ട് 2 ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ കോഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് തണുപ്പായിട്ട് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കൂൾ ഡ്രിങ്ക് കൂടിയാണ് ഇത്. ഇത്രയേ ഉള്ളൂ. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലേവറുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡാൽഗോണ കോഫിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെക്കറേഷനായിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയും പിന്നെ ചോക്ലേറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കാണിച്ചു തരാം. നമ്മൾ ഇളക്കിയാലും ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ അങ്ങ് നിൽക്കും, പെട്ടെന്ന് അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് പോകില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ. പിന്നെ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയ അളവിൽ നിങ്ങൾക്ക് 3 ഗ്ലാസ് വരെ 3 മുതൽ 4 ഗ്ലാസ് വരെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മധുരം കുറവ് തോന്നുവാണെങ്കിൽ മധുരം ചേർക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കണ്ടില്ലേ ലെയറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്